ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് ഗുരുയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിന്നൊരു നോർമൽ വീഡിയോനെ എങ്ങനെ ഒരു സ്ലോ മോഷൻ വീഡിയോ ആക്കാമെന്നാണ് നോക്കുന്നത്. സോ ഇത് നാം മൊബൈലിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ നിക്കോണിൻ്റെ L830 സോ നിങ്ങൾക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സ്ലോ മോഷൻ ആക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊബൈലിൽ തന്നെയാണ്. മൊബൈലിൽ കൈൻമാസ്റ്ററിൻ്റെ ഹാക്ക്ഡ് വെർഷൻ എന്ന് പറയുമ്പോൾ ക്രാക്ക് വെർഷൻ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. നിങ്ങൾ നോക്കി അത് ഡൗൺലോഡ് ചെയ്താൽ. സോ നിങ്ങൾക്ക് എനിക്ക് ഒരു കാര്യം മുമ്പേ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കോവിഡിൻ്റെ ഒരു ഭീതിയിലാണ്. സോ പാനിക്കൊന്നും ആവേണ്ട, നമ്മളെല്ലാവരും കരുതലെടുത്താൽ മതി. നിങ്ങളെല്ലാവരും അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം വെളിയിറങ്ങുക. സോ അല്ലാതെ ചുമ്മാ ആവശ്യം പറഞ്ഞുകൊണ്ട് ആരും വെളിയിലൊന്നും ഇറങ്ങല്ലേ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് എൻ്റെ ചാനൽ ആദ്യം കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മുമ്പ് ആ ബെല്ലൈക്കണിലൊന്ന് ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ മേടിച്ച് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. അത് നിങ്ങൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. സോ അതിൽ പതിക്കുകയെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 16:9 എന്ന റേഷ്യോയിലാണ് നമുക്ക് വീഡിയോ ചെയ്യേണ്ടത്. സോ അതൊക്കെയാണ് യൂട്യൂബിൽ ഇടാൻ ആവശ്യം. സോ അതാണ് ഞാൻ അതെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല സൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്വയർ ഉണ്ട്, അതേപോലെ തന്നെ പോർട്രേറ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഏത് വീഡിയോയാണ് ആവശ്യം, സോ ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ അകത്ത് വന്നതായിട്ട് കാണാൻ പറ്റും. സോ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോർമൽ വീഡിയോ ആണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇത് നോർമലായിട്ട് പോകുന്നത്. സോ ഇതൊരു സ്ലോ മോഷനായിട്ട് നമുക്ക് തോന്നില്ല. സോ ആദ്യം ഞാൻ ഇതിൻ്റെ വോളിയം ഡൗൺ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടാൻ പോവുകയാണ്. ഇത് നമുക്ക് 1x കിടക്കുന്നത്. ഇത് സ്പീഡ് കാണാൻ പറ്റും. സ്പീഡ് ഞാൻ 1.5x മാറ്റുകയാണ്. സോ കുറച്ച് നമുക്ക് സ്പീഡ് കിട്ടും. സോ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി വയ്ക്കാവുന്നതാണ്. എത്ര നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ അത്ര നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൂട്ടി വയ്ക്കാം. സോ ഞാൻ കൂട്ടി വെച്ചതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കളർ ഫിൽറ്ററെല്ലാം കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. സോ ഞാൻ കമ്പ്യൂട്ടറിലല്ല ചെയ്യുന്നത്, മൊബൈലിലാണ്. സോ ഇതിലെനിക്ക് ഇങ്ങനത്തെ ഫിൽറ്ററെ കൊടുക്കാൻ പറ്റും. സോ ഇതിനുശേഷം ഞാൻ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം നമ്മൾ മൊബൈലിലൊക്കെ ചെയ്യുമ്പം സോ ഞാൻ ഫുൾ HD 180p 30 frames per second ഹൈയിലാണ് ചെയ്യുന്നത്. സോ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോ അടുത്ത് വീണ്ടും നമ്മൾ ഒന്നേന്ന് കൈൻമാസ്റ്ററിൽ കയറി എടുക്കേണ്ടതാണ്. വീണ്ടും നമ്മൾ കൈൻമാസ്റ്റർ എടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ വീഡിയോ നമ്മൾ കറക്റ്റ് ഏത് വീഡിയോ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ ആ വീഡിയോ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ എടുക്കുക. സോ ആ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ സ്പീഡ് കുറയ്ക്കണം. ഇപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിതിനെ എത്ര സ്പീഡ് കുറയ്ക്കാൻ പറ്റുമോ സോ നമ്മൾ അത്രയും സ്പീഡ് കുറയ്ക്കണം. ഞാനിപ്പം 0.5 വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ലോ ആയത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്യാൻ പറ്റും അത്. സോ നല്ലൊരു സ്ലോ മോഷൻ ആയിട്ടുണ്ട്. സോ ഇതിന് നമുക്കിനി ഇതിൻ്റെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിനെ സ്ക്രീനിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നമ്മൾ സ്പീഡ് കുറച്ചും കൂടെ കുറച്ച് കൊടുക്കുകയാണ്. കാരണം ഇത് നല്ലൊരു സ്ലോ മോഷനിലേക്ക് എത്തിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഇത് കുറച്ചും കൂടെ സ്ലോ മോഷൻ ആക്കുമ്പോൾ കുറച്ചും കൂടെ സ്ലോ മോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സ്പീഡ് കുറച്ചതിന് ശേഷം. സോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഞാനാണെങ്കിൽ ഇതിനൊന്ന് സൈസ് ഞാൻ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നോക്കുക. മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റീസൈസ്. സോ ഞാൻ ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്തെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടിലും സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നമുക്ക് ഒരേ സെയിം ഞാൻ ഇപ്പം വെച്ച സൈസിൽ തന്നെ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. നമുക്കിതിനൊന്ന് റിവേഴ്സ് ചെയ്യാൻ പോവാണ് ഞാൻ. കാരണം നമുക്ക് ഒരു എഫക്റ്റ് ആണ്. എപ്പോഴും സ്ലോ മോഷൻ മാത്രം കണ്ട അതൊരു എന്താ പറയുക ഒരു ലുക്ക് കാണില്ല. സോ അതുകൊണ്ട് ഞാൻ സ്ലോ മോഷൻ റിവേഴ്സും കൊണ്ട് എടുക്കുകയാണ്. സോ അതിൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ മൊത്തത്തോടെ കാണിച്ചു തരാം. സോ ഇത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ കുറേ എക്സാമ്പിൾ വീഡിയോസ് കാണിക്കുന്നതാണ്, നിങ്ങളെല്ലാം കാണുക. സോ ഇപ്പോൾ ഞാൻ റിവേഴ്സ് ചെയ്ത വീഡിയോ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാൻ ഒന്നേന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അത് നമ്മൾ എങ്ങനെയാണോ അതിട്ടത് സോ അതേപോലെ തന്നെ തിരിച്ചു പോകുന്നത്. സോ റിവേഴ്സിന് നമുക്ക് സ്ലോ മോഷൻ കൊടുത്താൽ ഒരു ഭംഗി കാണില്ല. സോ അതിൻ്റെ സ്പീഡ് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, സ്പീഡ് പോവുക, സ്പീഡ് ഇതിൻ്റെ കൂട്ടി കൊടുക്കുക. ഇത് റിവേഴ്സിൻ്റെയാണ്. സോ ഞാൻ റിവേഴ്സിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കുകയാണ്. 1.5 ഞാൻ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ അതിന് കാണാൻ പറ്റും. ഇപ്പം അതിൻ്റെ ഫീല് മാറിയിട്ടുണ്ട്. സോ തിരിച്ച് പോകുന്നത്. സോ ആദ്യം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് തന്നെ മീഡിയ പോയിട്ട് നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ അപ്പം നിങ്ങൾക്ക് അത് ഞാൻ എനിക്ക് കാണിച്ചു തരാം. സോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് വേറെ ലുക്കിലുള്ള ഒരു വീഡിയോ ആണ്. സോ നേരത്തെ ഞാൻ എടുത്ത വീഡിയോ ഞാൻ സ്ലോ മോഷൻ ആക്കിയിട്ടുണ്ട്. സോ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനുശേഷം കാണുന്ന എല്ലാ വീഡിയോസ് ഇതേപോലെ ചെയ്ത വീഡിയോസാണ്. അപ്പോൾ ചാനൽ ആദ്യം കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്ന്, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം.
ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറ്റി ഞാൻ വീഡിയോ ഇടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ അതേപോലെ തന്നെ റിവേഴ്സും കൂടെ ചേർത്ത ഒരു കോമ്പിനേഷനാണ്. ഇതുപോലത്തെ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാനാണ്, വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് ഇവിടെ നമ്മളെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്. ചൊക്കെ ഇവിടെ ഞാൻ ഇങ്ങനെ അടുത്തു, അത് ചുവപ്പ് കളറായി.